7 മണിക്ക് തന്നെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ സ്കൂളിലെത്തി ക്യൂ നിൽക്കുന്നതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്യൂ തന്നെ നമുക്ക് മുൻനിരയിൽ കാണുവാൻ സാധിക്കും. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ബൂത്തിനുള്ളിലേക്ക് കയറി വോട്ടിംഗ് രേഖപ്പെടുത്താനുള്ള പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ആ ഒരു വിഷയങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ വയനാടിന്റെ മണ്ണിനെ അറിയുന്ന ഒരാൾ തന്നെ വേണമെന്നുള്ള ഒരു പ്രതീക്ഷ വയനാട്ടുകാർക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു ആഗ്രഹം വയനാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ NDA സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അതായത് മണ്ണിന്റെ മനമറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് കെ സുരേന്ദ്രൻ. മുതൽ തന്നെ അല്ലെങ്കിൽ കൗമാര കാലഘട്ടം തുടർ തന്നെ അദ്ദേഹം വളർന്നതും വയനാട്ടിൽ തന്നെയാണ്. രാഷ്ട്രീയ മേഖലകളിൽ കാൽവെച്ച് തുടങ്ങിയതും വയനാട്ടിൽ തന്നെയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ടം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് NDA ക്യാമ്പിനുള്ളത്, അല്ലെങ്കിൽ കെ സുരേന്ദ്രനുള്ളത്. അദ്ദേഹം വയനാട് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. മുടക്കല്ലൂരിലാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്, കോഴിക്കോടാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയായിരുന്നു വയനാട്ടിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. ഒരു മാസക്കാലം നീണ്ടുനിന്ന ഒരു പ്രചാരണം, അതിനുശേഷം ഉണ്ടായിരുന്ന ഗംഭീരമായ കൊട്ടിക്കലാശം, അതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന നിശബ്ദ പ്രചാരണം, ഇതിലെല്ലാം മുന്നിട്ട് നിൽക്കുവാൻ NDAക്ക് കഴിഞ്ഞു എന്നുള്ളത് NDAക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. വയനാട്ടിനെ സംബന്ധിച്ചോളം നിരവധി പ്രശ്നങ്ങളാണ് വയനാട്ടുകാർ അഭിമുഖീകരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വന്യമൃഗ ശല്യമുണ്ട്, അത്തരത്തിൽ രാത്രിയാത്രാ നിരോധനമുണ്ട്. മാത്രമല്ല ചുരം ബദൽപാത വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ചുരം ബദൽപാത എന്നുള്ളത്. ഇപ്പോൾ കെ സുരേന്ദ്രൻ വോട്ട് ചെയ്ത പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.